നമസ്കാരം. യുഎഇയുടെ വിവിധ ഭാഗങ്ങളിൽ വരും ദിവസങ്ങളിൽ പ്രകടമായ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ഉണ്ടാകും. കിഴക്കൻ മേഖലയിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദത്തിന്റെ ഫലമായി താപനില ഗണ്യമായി കുറയാനും ശക്തമായ വടക്ക് പടിഞ്ഞാറൻ കാറ്റ് വീശാനും സാധ്യതയുണ്ട്. ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കുമെങ്കിലും ചിലയിടങ്ങളിൽ അതിരൂക്ഷമായ തണുപ്പും വടക്കൻ തീരദേശ മേഖലകളിൽ നേരിയ മഴയും പ്രവചിക്കപ്പെടുന്നുണ്ട്. അന്തരീക്ഷത്തിൽ പൊടിയും മണലും ഉയരുന്നതിനൊപ്പം മൂടൽമഞ്ഞ് രൂപപ്പെടാൻ സാധ്യതയുള്ളതിനാൽ കാഴ്ചപരിധി കുറയുന്നത് ഗതാഗതത്തെയും ദൈനംദിന ജീവിതത്തെയും ബാധിക്കും. കടൽ പ്രക്ഷുബ്ധമാകാൻ സാധ്യത പറയുന്നത് കൊണ്ട് തീരദേശവാസികളും യാത്രക്കാരും ജാഗ്രത പാലിക്കണം. അപ്രതീക്ഷിതമായ ഈ മാറ്റങ്ങൾ ആരോഗ്യത്തെയും സുരക്ഷയെയും ബാധിക്കാനിടയുള്ളതിനാൽ പൊതുജനങ്ങൾ അതീവ ശ്രദ്ധ പുലർത്തേണ്ടതാണ്. യുഎഇയുടെ വിവിധ ഭാഗങ്ങളിൽ വരും ദിവസങ്ങളിൽ കാലാവസ്ഥാ മാറ്റങ്ങൾ തുടരുമെന്ന് തന്നെയാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത്. താപനിലയിൽ വലിയ കുറവുണ്ടാകും. രാജ്യത്തിന്റെ കിഴക്കൻ മേഖലയിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദമാണ് നിലവിലെ കാലാവസ്ഥാ മാറ്റത്തിന് പ്രധാന കാരണം. അടുത്ത കുറച്ചു ദിവസങ്ങളിൽ ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. എന്നാൽ ചില പ്രദേശങ്ങളിൽ അതിരൂക്ഷമായ തണുപ്പ് കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത്. കൂടാതെ ചില തീരദേശ മേഖലകളിലും വടക്കൻ പ്രദേശങ്ങളിലും താഴ്ന്ന മേഘങ്ങൾ രൂപപ്പെടും. ശക്തമായ വടക്ക് പടിഞ്ഞാറൻ കാറ്റ് വീശാൻ സാധ്യതയുള്ളത് കൊണ്ട് അന്തരീക്ഷത്തിൽ പൊടിയും മണലും ഉയരാനിടയുണ്ട്. ഇത് കാഴ്ചപരിധി കുറയ്ക്കാൻ കാരണമാകും. ശനിയാഴ്ചയുടെ തീരപ്രദേശങ്ങളിലും വടക്കൻ ഭാഗങ്ങളിലും മേഘാവൃതമായ അന്തരീക്ഷമായിരിക്കും. എന്നാൽ ഞായറാഴ്ചയോടെ ചിലയിടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യത പറയുന്നുണ്ട്. ചില ദിവസങ്ങളിൽ നേരിയ മഴയ്ക്ക് ശേഷമാണ് കനത്ത മൂടൽമഞ്ഞ് അനുഭവപ്പെടാറുള്ളത്. അറേബ്യൻ ഗൾഫിലും ഒമാൻ കടലിലും കടൽ വളരെ പ്രക്ഷുബ്ധമായിരിക്കും. അതിനാൽ തിരമാലകൾ ഉയരാൻ സാധ്യത പറയുന്നത് കൊണ്ട് കടലിൽ പോകുന്നവർ ജാഗ്രത പാലിക്കണം. അതേസമയം ശക്തമായ കാറ്റും പൊടിയും കാരണം റോഡിലെ കാഴ്ചപരിധി കുറയും. ഇതുകൊണ്ട് വാഹനങ്ങൾ തമ്മിൽ കൃത്യമായ അകലം പാലിക്കേണ്ടതുണ്ട്. വാഹനങ്ങൾ തമ്മിൽ കൃത്യമായ അകലം പാലിക്കാതിരുന്നാൽ കൂട്ടിയിടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് മറ്റ് അപകടങ്ങളിലേക്ക് പോകും. കൂടാതെ മൂടൽമഞ്ഞുള്ള സമയങ്ങളിൽ ഹസാർഡ് ലൈറ്റുകൾ അനാവശ്യമായി ഉപയോഗിക്കരുത്. കനത്ത തണുപ്പ് അനുഭവപ്പെടുന്ന സാഹചര്യത്തിൽ ആരോഗ്യ പ്രശ്നങ്ങളും രൂക്ഷമാകാൻ സാധ്യത പറയുന്നുണ്ട്. അതിനാൽ പൊതുജനങ്ങളുടെ ആരോഗ്യ കാര്യങ്ങളിൽ അതീവ ശ്രദ്ധ പാലിക്കണം. താപനില കുറയുന്നതും ഈർപ്പം വർദ്ധിക്കുന്നതും കാരണം ജലദോഷം, പനി എന്നിവ പെട്ടെന്ന് പടരും. നിലവിലെ കാലാവസ്ഥാ സാഹചര്യത്തിൽ താപനില കുറയുന്നതും അന്തരീക്ഷത്തിൽ ഈർപ്പം വർദ്ധിക്കുന്നതും പകർച്ചവ്യാധികൾ പടരാൻ അനുകൂലമായ സാഹചര്യം ഒരുക്കുന്നതാണ്. തണുപ്പുള്ള കാലാവസ്ഥയിൽ വൈറസുകൾ കൂടുതൽ സമയം നിലനിൽക്കാനും വേഗത്തിൽ പടരാനും ഒക്കെ സാധ്യതയേറെയാണ്. അന്തരീക്ഷത്തിലെ ഈർപ്പം വർദ്ധിക്കുന്നത് ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾക്കും ഫംഗസ് ബാധയ്ക്കും കാരണമാകും. പെട്ടെന്നുള്ള കാലാവസ്ഥാ മാറ്റം ശരീരത്തിന്റെ പ്രതിരോധ സംവിധാനത്തെ തളർത്തും. തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം കുടിക്കാൻ ശ്രദ്ധിക്കുക. രോഗങ്ങൾ തടയാൻ ഇത് വളരെ അത്യാവശ്യമാണ്. കൈകൾ ഇടയ്ക്കിടയ്ക്ക് സോപ്പിട്ട് കഴുകുക. പുറത്തുപോയി വന്നാലുടൻ ശുചിത്വം പാലിക്കുന്നത് വൈറസ് ബാധ തടയാൻ നിങ്ങളെ സഹായിക്കും. പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്ന പഴങ്ങളും പച്ചക്കറികളും എല്ലാം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. തണുത്ത ഭക്ഷണ പദാർത്ഥങ്ങൾ ഒഴിവാക്കുക. ജലദോഷമോ പനിയോ ഉള്ളവർ പൊതുസ്ഥലങ്ങളിൽ പോകുമ്പോൾ നിർബന്ധമായും മാസ്ക് ധരിക്കുക. ഇത് മറ്റുള്ളവരിലേക്ക് രോഗം പകരുന്നത് തടയും. ഇനി ജലദോഷമോ പനിയൊന്നും ഇല്ലെങ്കിൽ പോലും പൊതുസ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ മാസ്ക് ധരിക്കുന്നത് നല്ലതാണ്. കാരണം മറ്റുള്ളവർക്ക് ഇത്തരം അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അത് നിങ്ങളിലേക്ക് എത്താനുള്ള സാധ്യത ഈ മാസ്ക് ധരിക്കുന്നത് കൊണ്ട് കുറയും. പനി കുറയാതെ നിൽക്കുകയോ ശ്വാസതടസ്സം അനുഭവപ്പെടുകയോ ചെയ്താൽ സ്വയം ചികിത്സ ഒഴിവാക്കി ഉടൻ തന്നെ അടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടണം. അതേസമയം സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്ന വ്യാജ വാർത്തകളിൽ വിശ്വസിക്കരുത്. നാഷണൽ സെന്റർ ഓഫ് മെറ്റീരിയോളജി നൽകുന്ന ഔദ്യോഗിക അറിയിപ്പുകൾ മാത്രം പിന്തുടരണം. ശക്തമായ കാറ്റ് വീശാൻ സാധ്യതയുള്ളതിനാൽ നിർമ്മാണ മേഖലകളിൽ ജോലി ചെയ്യുന്നവർ സുരക്ഷാ മാനദണ്ഡങ്ങൾ നിർബന്ധമായും പാലിക്കേണ്ടതുണ്ട്. കാറ്റിൽ പറന്നു പോകാൻ സാധ്യതയുള്ള വസ്തുക്കൾ സുരക്ഷിതമായി കെട്ടിയിടണം. അധികൃതർ നൽകുന്ന മാർഗനിർദ്ദേശങ്ങൾ പാലിക്കണം. കാലാവസ്ഥാ മാറ്റങ്ങൾക്കൊപ്പം ആരോഗ്യ സുരക്ഷാ മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കേണ്ടത് ഈ സാഹചര്യത്തിൽ വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. താപനിലയിലെ കുറവും ഈർപ്പവും പടർത്തുന്ന രോഗങ്ങളെ പ്രതിരോധിക്കാൻ ശുചിത്വവും ആരോഗ്യകരവുമായ ഭക്ഷണ രീതിയും പിന്തുടരണം. യാത്രക്കാർ റോഡിലെ സുരക്ഷാ നിർദ്ദേശങ്ങൾ പാലിക്കുന്നതിനൊപ്പം നിർമ്മാണ മേഖലയിലുള്ളവർ കാറ്റിനെ പ്രതിരോധിക്കാനുള്ള സുരക്ഷാ മുൻകരുതലുകളും സ്വീകരിക്കേണ്ടതുണ്ട്. ഏറ്റവും പ്രധാനമായി സമൂഹ മാധ്യമങ്ങളിലൂടെ പടരുന്ന വ്യാജ വാർത്തകളിൽ വഞ്ചിതരാകാതെ നാഷണൽ സെന്റർ ഓഫ് മെറ്റീരിയോളജി നൽകുന്ന ഔദ്യോഗിക അറിയിപ്പുകൾ മാത്രം പിന്തുടരുക. കൃത്യമായ ജാഗ്രതയും അധികൃതരുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ചുള്ള പ്രവർത്തനങ്ങളും വഴി കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടാകുന്ന അപകടങ്ങൾ ഒരു പരിധിവരെ ഒഴിവാക്കാൻ നമുക്ക് സാധിക്കും. കരുതലോടെ ഇരിക്കുക, സുരക്ഷിതരായിരിക്കുക.